ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡെറിക് ജെൻലീസ് ഹോളിസ്റ്റിക് ഡിറ്റക്റ്റീവ് ഏജൻസി എന്ന സീരീസിന്റെ രണ്ടാമത്തെ സീസണിലെ 7ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് സൂസി മെയ്ജിനോട് തന്നെയും വാൻഡിമോറിലേക്ക് വിടണം എന്ന് ആവശ്യപ്പെടുന്നതാണ്. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് കാർഡനസ് ദമ്പതികളുടെ മറ്റൊരു ഈവന്റ് ആണ്. കഴിഞ്ഞു പോയ സംഭവമാണ് ഈ കാണിക്കുന്നത്. അർണോൾഡിന്റെ ഫാദർ ആയിട്ടുള്ള വ്യക്തി അവരുടെ വയലിൽ മരിച്ച അസ്ഥികൂടമായിക്കൊണ്ടിരിക്കുന്ന ഒരു വിചിത്ര ജീവിയെ കാണുന്നു. അത് കണ്ട് അയാൾ ഞെട്ടിയിരിക്കുന്ന സമയത്ത് തന്നെ അതേപോലത്തെ വലിയ ഭീകരമായിട്ടുള്ള ഒരു സത്വം അയാളെ ആക്രമിക്കാൻ വരുന്നു. ഒരു വിധത്തിൽ ഓടി അയാൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ട്. അതിനുശേഷം അയാൾ വീട്ടിൽ കയറി അയാളുടെ ഭാര്യയുടെ പേര് വിളിക്കുന്നു. എന്നാൽ വീട്ടിൽ കയറിയപ്പോഴേക്കും അതേപോലത്തെ മറ്റൊരു വിചിത്ര ജീവിയും വീട് തകർത്ത് ഉള്ളിൽ പ്രവേശിച്ചിരുന്നു. അയാളെ ആക്രമിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഉടനെ തന്നെ അയാൾ അയാളുടെ ഭാര്യയോട് നമ്മുടെ മകനെ സ്വപ്നത്തിൽ നിന്ന് ഉണർത്താൻ പറയുന്നു. ആ സ്വപ്നമാണ് ഇതിനെല്ലാം കാരണമെന്ന് ഇതുവഴി നമുക്ക് മനസ്സിലാക്കാം. ഭാര്യയാകട്ടെ ഓടിച്ചെന്ന് മകനെ ഉണർത്താൻ ശ്രമിക്കുന്നു. അയാൾ ഇതേ സമയം ആ മൃഗത്തെ ഒരുപാട് ഷൂട്ട് ചെയ്തിരുന്നു. എന്നിട്ടും ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. അവസാനം അയാളെ അത് ആക്രമിക്കുന്നതിന് വേണ്ടി അയാളുടെ തൊട്ടടുത്ത് വരെയും എത്തിയതായിരുന്നു. പക്ഷെ പെട്ടെന്നായിരുന്നു എല്ലാം അവസാനിച്ചത്. ആ കുട്ടി സ്വപ്നത്തിൽ നിന്ന് ഉണരുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാം അപ്രത്യക്ഷവുമായി. പക്ഷേ ഈ ഒരു കാര്യം അവിടെ കാണിക്കുന്നില്ല. പിന്നെ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. ബെഡ് ഉപയോഗിച്ച് പോർട്ടൽ കയറിയ ഡിറിക്കും ടോഡും വാൻഡിമോറിൽ എത്തിയിരിക്കുന്നു. കാരണം നാടോടി കഥകളിലെ ചന്ദ്രനെ പോലെയുള്ള ആ ചന്ദ്രനെ കണ്ടു കഴിയുമ്പോൾ തന്നെ അത് വാൻഡിമോർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ അത് വാൻഡിമോർ ആണെന്ന് ഡിർക്ക് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. ടോഡ് അപ്പോൾ അത് വാൻഡിമോർ ആണെന്ന് ഉറപ്പിച്ചു പറയുന്നത് ആ ചന്ദ്രനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ഡിർക്ക് എന്നിട്ടും അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. അത് മറ്റേതോ ഡൈമെൻഷൻ ആണെന്നൊക്കെയാണ് അവൻ പറയുന്നത്. അത് മാത്രമല്ല, അവൻ ഈ കേസ് അന്വേഷിക്കാൻ ഒട്ടും താല്പര്യമില്ല. ടോഡിനോട് അവൻ പറയുകയാണ്, നീ എങ്ങോട്ടാണ് ഈ പോകാൻ പോകുന്നത്? ആ കുട്ടി മരിച്ചു. പ്രവചനം ഈ സത്യമാകാൻ പോകുന്നില്ല. ഞാൻ കാരണം അവൻ മാത്രമല്ല, ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന എല്ലാവരും മരിച്ചു. സൂസി ബോർട്ടൺ എന്നെ കൊല്ലുന്നതിന് വേണ്ടിയായിരുന്നു ഹോസ്പിറ്റലിലേക്ക് വന്നത്. അത് മാത്രമല്ല, ബ്ലാക്ക് വിങ്ങിൽ നിന്നുള്ള മിസ്റ്റർ പ്രീസ്റ്റ് എന്ന വ്യക്തിയെ നീ അവിടെ കണ്ടിരുന്നോ? അയാളെ നിനക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. അയാൾ ഒരു ക്രൂരനാണ്. ദയയില്ലാതെയാണ് ആളുകളെ അയാൾ കൊല്ലുന്നത്. എന്റെ പ്രവൃത്തികൾ കാരണമാണ് എന്റെ ചുറ്റിനുമുള്ളവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഫാറയെയും നമ്മൾ ഇപ്പോൾ അപകടത്തിലാക്കിയിട്ടുണ്ട്. ടോഡ് അപ്പോൾ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവൻ കാരണമല്ല ഇതൊന്നും സംഭവിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫാറയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ഫാറയ്ക്ക് അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ അറിയാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഡെറിക്ക് പറയുകയാണ്, ഹോപ്സിന് പറ്റിയതുപോലെ ടീനയ്ക്കും ഫാറയ്ക്കും എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിലോ നീ നിന്റെ അനിയത്തിയെ രക്ഷിക്കുന്നതിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. മുമ്പിലുള്ള റിയാലിറ്റിയെ അംഗീകരിക്കാൻ പോലും നീ തയ്യാറാകുന്നില്ല. നോക്കൂ, ഇതെല്ലാം ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ മൂലം സംഭവിക്കുന്നതാണ്. ഇപ്പോഴിതാ ആ ബോയിയും മരിച്ചിരിക്കുന്നു. കേസ് സോൾവ് ആയി. ഇനി ഒന്നും ചെയ്യാനില്ല. ടോഡ് പറയുകയാണ്, നീ പോസിറ്റീവായിട്ട് ചിന്തിക്കൂ. അതൊന്നും ഒരിക്കലും സംഭവ്യമല്ല. ആ കുട്ടി മരിക്കുകയാണെങ്കിൽ ഈ ലോകം തന്നെ ഇല്ലാതാകുമായിരുന്നു. ഒരുപക്ഷെ ആ കുട്ടി ഈ വാൻഡിമോറിലാണെങ്കിലോ, അല്ല എങ്കിൽ ഞാനാണ് ആ കുട്ടിയെങ്കിലോ? ഡെറിക്ക് പറയുകയാണ്, നീ ആ കുട്ടിയാകില്ല. നീ ഞാൻ കാരണം ജീവിതം നശിച്ച ഒരു വ്യക്തി മാത്രമാണ്. അതുകൂടാതെ ഇവിടെ നിന്ന് കുട്ടിയെ കണ്ടുപിടിക്കാനാണെങ്കിൽ എന്തിനാണ് എന്റെ സഹായം? ഇനി ഞാൻ ഒന്നും തന്നെ ചെയ്യാൻ പോകുന്നില്ല. എന്റെ ഓരോ പ്രവൃത്തികളും അപകടങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഒന്നും ചെയ്യാതെ ഞാൻ ഇവിടെ ഇരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ചെയർ പോലെയുള്ള കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു സംഭവത്തിൽ ഡെറിക്ക് ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദേഷ്യത്തോടെ ടോഡ് പറയുകയാണ്, എല്ലാ പ്രാവശ്യവും ഞാനാണ് എന്തെങ്കിലും ചെയ്യാതിരിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ അങ്ങനെ ആയിരിക്കില്ല. ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പോവുകയാണ്. ടോഡ് അവിടുന്ന് പോകുന്നു. അവൻ ഡെറിക്കിന് വേണ്ടി കാത്തിരിക്കുന്നൊന്നുമില്ല. ഡെറിക്കാകട്ടെ വാശി പിടിച്ച് അവിടെ തന്നെ ഇരിക്കുന്നു. അപ്പോഴേക്കും മുമ്പത്തെ ഒരു സീസണിൽ കണ്ട പക്ഷിയാണോ മൃഗമാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത പ്രത്യേകതരം സാധനം ഡെറിക്കിന്റെ അടുത്തേക്ക് വന്ന് അവനെ വലിച്ച് ദൂരേക്ക് എറിയുന്നു. പിന്നെ വീണ്ടും അമാൻഡയ്ക്ക് വിഷൻസ് ഉണ്ടാവുന്നതായിട്ട് കാണിക്കുന്നു. വക്തി വാപ്പൻസിയുടെ അടുത്തുള്ള ആ വെള്ളത്തിൽ കൈമുക്കുമ്പോഴാണ് ആ വിഷൻസ് ഉണ്ടാകുന്നത്. അത് വേറൊന്നും ആയിരുന്നില്ല. എല്ലാവരും മരിക്കുന്നതായിട്ടുള്ള വിഷൻസ് ആണ് അവൾക്ക് ഉണ്ടായത്. എല്ലാവരെയും രക്ഷിക്കണമെന്ന് അവൾ പറയുന്നു. വാൻഡിമോറിലുള്ള എല്ലാവരും മരിക്കുന്നതായിട്ടാണ് വിഷൻസ് ഉണ്ടായത്. അമാൻഡ അവരെ എല്ലാവരെയും രക്ഷിക്കണമെന്ന് പറയുമ്പോഴും വക്തി വാപ്പൻസി മറ്റൊരു കാര്യമാണ് പറയുന്നത്. മരണത്തെക്കാളും വലിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കുട്ടിയെ ഇവിടെ എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ എല്ലാം നമുക്ക് പഴയപടിയാക്കാൻ സാധിക്കും. അല്ല എങ്കിൽ എല്ലാം അവസാനിക്കും. നീയും നിന്റെ കൂട്ടുകാരും ഉടനെ തന്നെ ഇവിടുന്ന് പോണം. നിന്നെ പോലെയുള്ള എല്ലാവരെയും ഒരുമിച്ച് കൂട്ടേണ്ട ഉത്തരവാദിത്തം നിനക്കാണ്. നിന്നെ പോലെയുള്ള എല്ലാവരെയും എന്ന് വക്തി വാപ്പൻസി ഉദ്ദേശിച്ചത് ഡെറിക്കിനെയും ബാർട്ടിനെയും ടോഡിനെയും റൗഡി 3നെയും അങ്ങനെയുള്ള എല്ലാവരെയുമാണ് ഉദ്ദേശിച്ചത്. എങ്കിലും വാൻഡിമോർ അപകടത്തിലാണല്ലോ. അതുകൊണ്ട് തന്നെ അവരെ അവിടെ ഉപേക്ഷിച്ചു പോകാൻ അമാൻഡയ്ക്ക് ഒട്ടും മനസ്സ് വരുന്നില്ല. എങ്കിലും വലിയൊരു ലക്ഷ്യമാണല്ലോ അവളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമാൻഡ പറയുകയാണ്, ഇപ്പോൾ ഞാൻ പോകും.
പക്ഷേ ഉടൻ ഞാൻ തിരികെ വരും നിങ്ങളെ രക്ഷിക്കാൻ. പോകുന്ന സമയത്ത് വക്തി വാപ്പനസി ക്ലിയർ ആയിട്ട് അമാൻഡയോട് പറയുന്നുണ്ട്, ടൂൾസുമായിട്ട് വേണം പോകാൻ. ഈ ലോകം ഇപ്പോൾ തകർന്നിരിക്കുകയാണ്, അത് നേരെയാക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. എന്ത് ടൂൾസ് ആണ് എന്ന് എനിക്ക് മനസ്സിലായില്ല. ശേഷം പുറത്തിറങ്ങി കഴിഞ്ഞ് ഫാസിനോട് അമാൻഡ പറയുകയാണ്, നീ ഉടനെ തന്നെ നിന്റെ വീട്ടിലേക്ക് പോകണം. എന്റെ വിഷനിലൂടെ മരണങ്ങൾ മാത്രമാണ് ഞാൻ കണ്ടത്. നീ പറയുന്നത് പോലെ എപ്പോഴും മാജിക് കാണിച്ച് നിന്നെ രക്ഷിക്കാനൊന്നും സാധിക്കില്ല. ഇതേപോലെ പേടിച്ച് ഒളിച്ചിരിക്കുകയാണെങ്കിൽ എപ്പോഴും നിനക്ക് പേടിച്ച് ഒളിച്ചിരിക്കാനേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിനക്കൊരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, നിന്റെ ഫാമിലിയുള്ള ഓരോരുത്തരായിട്ട് മരിക്കും. അത് കാണേണ്ട എന്നാണെങ്കിൽ നീ ഉടനെ തന്നെ തിരികെ പോണം. ആ ഒരു കാര്യം തന്നെയായിരുന്നു വാൻഡിമോറിലെ രാജ്ഞിയും മറ്റുള്ളവരും പ്ലാൻ ചെയ്തിരുന്നത്. ഡെങ്ഡിമോറിലുള്ളവരെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്ന കാര്യം തന്നെ. ഫാർസനെ അവർ കൊന്നു എന്നാണ് കരുതുന്നത്. അതിന് പ്രതികാരം വീട്ടണമെന്നാണ് അവർ പറയുന്നത്. അവർ ഭീരുക്കളല്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് അത്രേ ഡെങ്ഡിമോറിലുള്ളവരോട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി സമർത്ഥരായിട്ടുള്ള പോരാളികളെയൊക്കെ തെരഞ്ഞെടുക്കാനും ആവശ്യപ്പെടുന്നു. വലിയൊരു യുദ്ധം തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഡെങ്ഡിമോറിലുള്ളവരും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡെങ്ഡിമോറിലുള്ളവർ ഇവരെ ആക്രമിക്കുന്നതിന് വേണ്ടി വലിയ ആയുധങ്ങളും ഒക്കെ റെഡിയാക്കി വെച്ചത് നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടതാണല്ലോ. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും രാജ്ഞിയുടെ വാക്കുകൾ കേട്ട് മോട്ടിവേറ്റഡ് ആയി ആർപ്പ് വിളിക്കുന്നു. പിന്നെ കാണിക്കുന്നത് സീലാസ് പാൻഡോട്രോസിന്റെ സഹോദരിക്ക് ഒരു സന്ദേശം അയക്കുന്നതാണ്. വേഗർ അവിടെ എത്തി തടഞ്ഞുകൊണ്ട് അവനോട് പറയുകയാണ്, നീ എന്താണ് ഈ ചെയ്യാൻ പോകുന്നത്? നിന്നെ ഞാനൊരു മകനായിട്ടാണ് കണക്കാക്കുന്നത്, പക്ഷേ ഇത് ഞാൻ അനുവദിക്കില്ല. ഇത് നീ നിന്റെ ഫാമിലിയോട് ചെയ്യുന്ന ദ്രോഹമാണ്. അപ്പോ സീലാസ് പറയുകയാണ്, നമ്മുടെ ഫാർസിനെ പാൻഡോട്രോസ്റ്റ് ഒരിക്കലും കൊന്നിട്ടില്ല. പാൻഡോട്രോസ്റ്റിനോട് അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചതാണ്. ഒരു തെറ്റും ചെയ്യാത്ത അവർക്കെതിരെ എന്തിനാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്? ഞാൻ ഇത് ചെയ്തില്ല എങ്കിൽ സംഗതി കൂടുതൽ വഷളാവുകയേ ഉള്ളൂ. അവസാനം വേഗറും അതിന് സമ്മതിക്കുന്നുണ്ട്. ഒരു കിളിയിലൂടെ സന്ദേശം അയച്ചതിന് ശേഷം സീലസ് പറയുകയാണ്, ഉടനെ തന്നെ പ്രവചനം പൂർത്തിയാകണം. അതുവരെയും ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാകാൻ ഇതല്ലാതെ വേറെ മാർഗമില്ല. ദേഷ്യത്തോടെ വേഗർ പറയുകയാണ്, നിന്റെ അമ്മയെക്കാളും ഉപരി ആ പ്രവചനത്തിലാണോ നീ ഇപ്പോഴും വിശ്വസിക്കുന്നത്? അതൊന്നും സത്യമായിട്ടുള്ള കാര്യമല്ല. ആരും നമ്മളെ രക്ഷിക്കാൻ വരാൻ പോകുന്നില്ല. പിന്നെ നീ ഇഷ്ടപ്പെടുന്ന പാൻഡോട്രോസ്റ്റ് അവൻ ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയില്ല. അത് കേട്ട് കഴിയുമ്പോൾ സീലാസ് ദേഷ്യത്തോടെ അവിടുന്ന് പോവുക മാത്രമാണ് ചെയ്തത്. പിന്നെ അമാൻഡയുടെ പേര് വിളിച്ച് കാട്ടിലൂടെ ഓടി നടന്ന് അവളെ അന്വേഷിക്കുന്ന ടോഡിനെ കാണിക്കുന്നു. അപ്പോഴാണ് വായുവിലൂടെ വെറുതെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനെ അവൻ കാണുന്നത്. അറിയാലോ, വാൻഡിമോർ ആണല്ലോ. അതല്ല, അതിനപ്പുറമുള്ള അത്ഭുതങ്ങൾ പോലും സംഭവിക്കും. അത് കാണുമ്പോൾ തന്നെ ഇത് വാൻഡിമോർ ആണ് എന്ന് ടോഡിന് മനസ്സിലാകുന്നുണ്ട്. കാരണം ആ കുട്ടി വരച്ച ചിത്രങ്ങളിൽ ഈ ട്രെയിനും ഉണ്ടായിരുന്നു. ടോഡിനെ ആകട്ടെ മരത്തിന്റെ പുറകിൽ നിന്ന് വക്തി വാപ്പനസിയുടെ ആളുകൾ നിരീക്ഷിക്കുന്നതായിട്ടും കാണിക്കുന്നു. പിന്നെ കാണിക്കുന്നത് സീലസ് അയച്ച സന്ദേശം പാൻഡോട്രോസ്റ്റിന്റെ സഹോദരിക്ക് കിട്ടുന്നതാണ്. സീലസ് അവളുടെ സഹോദരനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടും യുദ്ധം ഒരിക്കലും നടക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടും അവർ തമ്മിൽ ഏതോ ഒരു സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടുമുള്ള സന്ദേശമായിരുന്നു അത്. എന്നാൽ പാൻഡോട്രോസ്റ്റിന്റെ സഹോദരിയുടെ കൂടെയുള്ള സ്ത്രീകൾ പറയുകയാണ്, അവൻ ഡെങ്ഡിമോറിൽ നിന്നുള്ളതാണ്, അവനെ വിശ്വസിക്കരുത്. നിന്റെ സഹോദരനെ ഇഷ്ടമാണ് എന്നൊക്കെ പറയാം, പക്ഷേ ഇത് ചതിയായിരിക്കാം. എന്നാൽ പാൻഡോട്രോസ്റ്റിന്റെ സഹോദരിയും അത് സത്യമാണ് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. സീലാസിനും ചോര ചിന്തുന്നത് ഇഷ്ടമല്ല. അതുമാത്രമല്ല, മെയ്ജിന്റെ പദ്ധതികളെ പറ്റി അവനും നന്നായിട്ട് അറിയാം. അപ്പോഴേക്കും അവളുടെ ഫാദറും മറ്റുള്ളവരും അവിടെ എത്തിയിരുന്നു. ഫാദർ അവളുടെ അടുത്ത് ചോദിക്കുകയാണ്, രാവിലെ നിന്നെ ഇവിടെ കണ്ടില്ലല്ലോ, യുദ്ധം നടക്കാൻ പോവുകയാണ്. ഈ അവസരത്തിൽ നീ ഒഴിഞ്ഞു മാറി നടക്കുകയാണോ? നിന്റെ സഹോദരനെ കൊന്നവരോടാണ് നമ്മൾ യുദ്ധം ചെയ്യാൻ പോകുന്നത്. അത് കേട്ട് പാൻഡോട്രോസ്റ്റിന്റെ സഹോദരി പറയുകയാണ്, അതിന് എന്റെ സഹോദരൻ മരിച്ചിട്ടില്ലല്ലോ. ഫാദർ എന്തുകൊണ്ടാണ് അവൻ ഇപ്പോഴും മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പക്ഷെ അവൾ എത്രയൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല. പാൻഡോട്രോസ്റ്റ് മരിച്ചു എന്ന് തന്നെയാണ് പാൻഡോട്രോസ്റ്റിന്റെ ഫാദർ വിശ്വസിക്കുന്നത്. അതുമാത്രമല്ല, അവരും യുദ്ധത്തിന് റെഡിയാണ്. അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ ദേഷ്യത്തോടെ പാൻഡോട്രോസ്റ്റിന്റെ സഹോദരി ഫാദറിനെ തന്നെ വിഡ്ഢി എന്ന് വിളിക്കുന്നുണ്ട്. അത് കേട്ട് ദേഷ്യത്തോടെ ഫാദർ ആരെയാണ് വിഡ്ഢി എന്ന് വിളിച്ചതെന്ന് ചോദിച്ച് അവളെ ശകാരിക്കുന്നുണ്ട്. പക്ഷെ അവളെ കയ്യേറ്റം ഒന്നും ചെയ്യുന്നില്ല. ദേഷ്യത്തോടെ പാൻഡോട്രോസ്റ്റിന്റെ സഹോദരി ആകട്ടെ മറ്റുള്ളവരുടെ കൂടെ അവിടുന്ന് പോവുകയും ചെയ്യുന്നു. പിന്നെ ഡെറിക്കിനെ ബോധം വരുന്നതായിട്ട് കാണിക്കുന്നു. പക്ഷി മനുഷ്യനാകട്ടെ ഡെറിക്കിനോട് കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഡെറിക്കിനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് ബോയ് ഫ്രണ്ട് എന്ന വാക്ക് മാത്രമാണ് ഡെറിക്കിന് മനസ്സിലാക്കുന്നത്. അതായത് പക്ഷി മനുഷ്യൻ ഡെറിക്കിനെ കാണുന്നത് അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടാണ്. ഡെറിക്ക് പറയുന്നത് ഒന്നും തന്നെ ആകട്ടെ അതിന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഡെറിക്കിന് വിശക്കുന്നുണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണോ എന്നറിയില്ല. അവിടെ ഉണ്ടായിരുന്ന വള്ളികളുടെ ഇടയിൽ നിന്ന് ഒരു കായ പറിച്ച് ഡെറിക്കിന് കൊടുക്കുന്നു. അത് പറിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അത് ബർഗർ ആയിരുന്നു. എന്തൊക്കെയാണല്ലേ നടക്കുന്നത്? ഡെറിക്കാകട്ടെ അതൊക്കെ കണ്ടു കഴിയുമ്പോൾ കുറെ കാര്യങ്ങൾ അതിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പക്ഷി സ്ത്രീ ആയതുകൊണ്ടാണോ എന്നറിയില്ല, അതിന് ഡെറിക്ക് പറയുന്ന ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. നിർബന്ധപൂർവ്വം അത് ഡെറിക്കിനെ അടിക്കുകയൊക്കെ ചെയ്ത് ബർഗർ കഴിപ്പിക്കുന്നു. ബർഗർ കഴിക്കുമ്പോഴാകട്ടെ ഡെറിക്കിന് ആ ബർഗർ ഒരുപാട് ഇഷ്ടവും ആകുന്നുണ്ട്. ശേഷം അവന് എന്തോ പേരിട്ട് അവന്റെ മേൽ ചാടി
വീഴുകയും ചെയ്യുന്നു. ടോഡിനെ നോക്കുകയാണെങ്കിൽ നടന്നു പോണ സമയത്ത് ഒരു വലയിൽ വീഴുന്നു. വക്തിവാപ്പനസിയുടെ ആളുകളുടെ ട്രാപ്പിൽ തന്നെയാണ് വീഴുന്നത്. അവന്റെ കയ്യിലുണ്ടായിരുന്ന എയർ ഗൺ ഉപയോഗിച്ച് അവരെ ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നിലത്ത് വീഴുന്ന സമയത്ത് അവന്റെ കയ്യിൽ നിന്ന് എയർ ഗൺ തെറിച്ചു പോകുന്നു. അപ്പോഴേക്കും സീലാസും വേഗറും അവിടെ എത്തുന്നു. അവരെ കണ്ടു കഴിയുമ്പോൾ വക്തിവാപ്പനസിയുടെ ആളുകൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. ശേഷം അവർ ടോഡിനെ നല്ലവണ്ണം കെട്ടുന്നു. അവന്റെ എയർ പുറന്തള്ളുന്ന തോക്ക് പരിശോധിക്കുന്നു. അവന്റെ ഡ്രസ് കോഡൊക്കെ കണ്ടിട്ട് അങ്ങനെയുള്ള ഡ്രസ്സ് എവിടെയും കണ്ടിട്ടില്ല എന്നൊക്കെ പറയുകയും ചെയ്യുന്നു. എയർ ഷൂട്ട് ചെയ്യുന്ന തോക്കും എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ആദ്യമേ അവർ ചോദിക്കുന്നത് നീ മേജിന്റെ ആളാണോ എന്നാണ്. എന്നാൽ ടോഡിന് മേജ് ആരാണെന്ന് അറിയാമല്ലോ, അതുകൊണ്ട് തന്നെ താൻ ഒരിക്കലും മേജിന്റെ ആളല്ല എന്ന് അവൻ ആണയിട്ട് പറയുന്നുണ്ട്. പക്ഷേ ടോഡിനറിയാം താൻ ആരാണെന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കില്ലെന്ന്. അവൻ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ അവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അവസാനം അവനും ഡെറിക്കും എങ്ങനെയാണ് അവിടെ എത്തിയെന്ന് പറയുന്നു. ആ സ്ഥലവും ഡെറിക്കിനെയും കാണിച്ചു തരാമെന്ന് പറയുന്നു. ഡെറിക്കിന്റെ പേര് കേട്ട് കഴിയുമ്പോൾ തന്നെ ഡെറിക് ജെന്റി ആണോ ഉദ്ദേശിച്ചതെന്ന് സീലാസ് ചോദിക്കുന്നു. അതെ എന്ന് ടോഡ് പറയുന്നു. അത് കേട്ട് കഴിയുമ്പോൾ സീലാസിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. വെയ്ഗറും അങ്ങനെ ആ പ്രൊഫസിയിൽ വിശ്വസിക്കാൻ തുടങ്ങി എന്ന് തോന്നുന്നു. സന്തോഷത്തോടെ അവർ ടോഡിനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നു. അമാൻഡയെയും ഫാർസനെയും നോക്കുകയാണെങ്കിൽ അമാൻഡെ ഫാർസിനെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അവൻ ചെയ്യാൻ പോകുന്നത് വലിയ കാര്യമാണെന്നൊക്കെ പറഞ്ഞാണ് അവനെ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോഴേക്കും പാൻഡോട്രോസ്റ്റിന്റെ സഹോദരിയും മറ്റുള്ളവരും അവരെ വളയുന്നു. ആദ്യം അത് ആരാണെന്ന് പരസ്പരം അവർക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഫാർസന് അത് പാൻഡോട്രോസ്റ്റിന്റെ സഹോദരിയാണെന്ന് മനസ്സിലാകുന്നു. അതോടൊപ്പം തന്നെ പാൻഡോട്രോസ്റ്റിന്റെ സഹോദരിക്ക് അത് ഫാർസൻ ആണെന്ന് മനസ്സിലാകുന്നു. പാൻഡോട്രോസ്റ്റിന്റെ സഹോദരി പറയുകയാണ്, നീ മരിച്ചില്ലേ, നീ കാരണമാണ് വലിയ യുദ്ധം പോലും ഉണ്ടാകാൻ പോകുന്നത്. അത് ഒഴിവാക്കാൻ നിന്റെ സഹോദരൻ സീലാസിനെ കാണാൻ പോകുന്ന വഴിയാണ്. അത് കേട്ട് കഴിയുമ്പോൾ അമാൻഡ പറയുകയാണ്, അങ്ങനെയെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് തടയാമെന്നാണ് തോന്നുന്നത്. എങ്കിലും പാൻഡോട്രോസ്റ്റിന്റെ സഹോദരി അവരെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിലോ. ആദ്യം അമാൻഡയാണ് ഫാർസനെ തട്ടിക്കൊണ്ടു പോയതെന്ന് അവർ കരുതിയിരുന്നു. എന്നാൽ അമാൻഡയും ഫാർസനും പറഞ്ഞിരുന്നു അങ്ങനെയല്ല, അമാൻഡയാണ് അവനെ രക്ഷിച്ചതെന്ന്. ശേഷം അവർ സീലാസിനെ കാണാൻ പോകുന്നു. പിന്നെയാണ് കാണുന്നത് അവരെ എല്ലാവരെയും കുറച്ച് അകലെ നിന്ന് മേജിന്റെ സഹായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കാണിക്കുന്നത് പക്ഷി മനുഷ്യൻ ഡെറിക്കിന്റെ മുടിയൊക്കെ കെട്ടിക്കൊടുക്കുന്നതാണ്. ഡെറിക് ആകട്ടെ നിരാശയിലാണല്ലോ, അതുകൊണ്ട് തന്നെ അതെല്ലാം തന്നെ ചെയ്യാൻ നിന്നു കൊടുക്കുന്നു. അവളുടെ കൂടെ തന്നെ ശിഷ്ടകാലം ജീവിക്കാൻ പോലും ഡെറിക്ക് തീരുമാനിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അവളോട് സംസാരിക്കുകയും ചെയ്യുന്നു. അവന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാക്കാൻ അവൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. തന്റെ പ്രവൃത്തികൾ മൂലം ആർക്കും ഒന്നും സംഭവിക്കരുത്, അതാണ് അവൻ ആഗ്രഹിക്കുന്നത്. ശേഷം തന്റെ കഥകളൊക്കെ വിഷമത്തോടെ ആ പക്ഷി മനുഷ്യനോട് പറയുന്നുണ്ട്. അതിൽ ഒരു കാര്യം ഇതായിരുന്നു, ഞാൻ എപ്പോഴും 3 സ്റ്റെപ്പ് പുറകിലായിരിക്കും. എപ്പോഴെങ്കിലും 3 സ്റ്റെപ്പ് മുന്നിൽ എനിക്ക് എത്താൻ സാധിച്ചിരുന്നെങ്കിൽ എനിക്ക് വിജയിക്കാൻ സാധിക്കുമായിരുന്നു. എവിടെയാണ് എനിക്ക് മിസ്സായത്? കുറെ കാര്യങ്ങൾ എനിക്ക് മിസ്സായിരുന്നു. ഫാറയും ടോഡും കണ്ടു എന്ന് പറഞ്ഞ ആ ഫീൽഡിൽ വീണ ബോട്ടെങ്കിലും എനിക്ക് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ. അവൻ ബോട്ടിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് പക്ഷി മനുഷ്യന് അതിനെക്കുറിച്ച് മനസ്സിലായി എന്നാണ് തോന്നുന്നത്. കാരണം അവിടെ ഉണ്ടായിരുന്ന വള്ളിച്ചെടികളുടെ പുറകിലുണ്ടായിരുന്ന ബോട്ടിന്റെ ഒരു ഡ്രോയിങ്സ് അവൾ ഡെറിക്കിനെ നിർബന്ധപൂർവ്വം വിളിച്ച് കാണിച്ചു കൊടുക്കുന്നു. അത് കണ്ട് ഡെറിക്ക് ശരിക്കും അത്ഭുതപ്പെടുന്നുണ്ട്. കാർഡനസിന്റെ വീട്ടിൽ കണ്ട അതേ ഡ്രോയിങ്സ് ഇവിടെയുമുണ്ട്. ഓരോ വള്ളിച്ചെടികൾ മാറ്റി നോക്കുമ്പോഴും ഓരോ ഡ്രോയിങ്സ് ഉണ്ടായിരുന്നു. ടോഡാണെങ്കിൽ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും സീലാസിനോട് പറയുന്നുണ്ട്. പാൻഡോട്രോസ്റ്റ് അവരുടെ ലോകത്താണെന്ന് കേൾക്കുമ്പോൾ സീലാസിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് അവൻ ഇങ്ങോട്ട് വരാത്തതെന്ന് അവൻ ചോദിക്കുന്നു. പാൻഡോട്രോസ്റ്റും അവനും സ്നേഹത്തിലാണെന്നും അവനെ കാണാത്ത ഓരോ നിമിഷവും എനിക്ക് വലിയ വേദനയാണ് എന്ന് പോലും സീലാസ് ടോഡിനോട് പറയുന്നുണ്ട്. ടോഡ് അപ്പോൾ പറയുന്നത് ഡെറിക്കിനെ നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിയുമ്പോൾ എല്ലാത്തിനുമുള്ള പരിഹാരം കിട്ടുമെന്നാണ്. സീലാസ് പറയുകയാണ്, നമ്മൾ ഉടനെ തന്നെ ഡെറിക്കിനെ കാണാൻ പോകും. അതിനു മുമ്പേ പാൻഡോട്രോസ്റ്റിന്റെ സഹോദരി എനിക്ക് കാണാനുണ്ട്. ഡെറിക്കിനെ നോക്കുകയാണെങ്കിൽ അവൻ ഇപ്പോഴും ചിത്രങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് അവസാനം അവന് ഒരു കാര്യം മനസ്സിലാകുന്നു. കാർഡനസ് ദമ്പതികളുടെ കൂടെ 2 കുട്ടികൾ ആ ചിത്രത്തിലുണ്ട്. അതായത് അവരന്വേഷിക്കുന്ന കുട്ടി അർണോൾഡ് അല്ലായിരുന്നു. പ്രവചനത്തിൽ പറയുന്ന കുട്ടി മറ്റേ കുട്ടിയാണ്. ഡെറിക്കിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ടോഡ് പറഞ്ഞത് ശരിയാണ് എന്ന് അവനും വിശ്വസിക്കുന്നു. അവിടെ എന്താണ് നടക്കുന്നതെന്ന് ഇതുവരെയും അവന് ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ചിത്രത്തിലൂടെ അവന് കൂടുതൽ ഐഡിയ കിട്ടി. പക്ഷേ ഇപ്പോഴും എന്തൊക്കെയോ മിസ്സിംഗ് ആണ്. അവൻ അതിനെക്കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വീണ്ടും അമാൻഡയെയും ഫാർസിനെയും ഒക്കെ കാണിക്കുന്നു. പാൻഡോട്രോസ്റ്റിന്റെ സഹോദരി സീലാസ് കണ്ടുമുട്ടാമെന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അവരെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോഴേക്കും അവിടേക്ക് സീലാസും വെയ്ഗറും വരുന്നു. ടോഡും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അമാൻഡയെയും ഫാർസിനെയും ഒന്നും അവർ കാണുന്നുണ്ടായിരുന്നില്ല. കാരണം പാൻഡോട്രോസ്റ്റിന്റെ സഹോദരിയുടെയും മറ്റുള്ളവരുടെയും പുറകിലായിരുന്നു അവരുണ്ടായിരുന്നത്. എന്നാൽ ഫാർസന് മനസ്സിലാകുന്നുണ്ട് അത് തന്റെ സഹോദരനാണെന്ന്. സീലാസ് ആകട്ടെ നടന്ന എല്ലാ സംഭവങ്ങൾക്കും ക്ഷമാപണം നടത്തുന്നു. അതിനുശേഷം യുദ്ധം നടക്കാതിരിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അവൻ പറയുന്നത്. അമാൻഡയാകട്ടെ എന്തോ സംശയം തോന്നി മുന്നോട്ട് വന്നു നോക്കുമ്പോൾ ടോഡിനെ കാണുന്നു. അവർ 2 പേരും പരസ്പരം പേര്
പേരുകൾ ഉച്ചത്തിൽ വിളിക്കുന്നു. ശേഷം ഞങ്ങൾ സഹോദരി സഹോദരന്മാരാണ് എന്ന് അവരോട് പറയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവർ തമ്മിലാണ് പരസ്പരം സംസാരിക്കുന്നത്. രണ്ടുപേരും എങ്ങനെയാണ് അവിടെ എത്തിയതെന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു. ശേഷം അമാൻഡ ഡെറിക് എവിടെയെന്ന് ചോദിക്കുന്നു. അതിന് ഡെറിക് ഇവിടെ എവിടെയോ ഉണ്ട് എന്നാണ് ടോഡ് ഉത്തരം പറയുന്നത്. എന്നാൽ വെയ്ഗറിന് ആ സംഭാഷണങ്ങളൊന്നും ഇഷ്ടമാകുന്നില്ല. ടോഡിനെ അവൻ പിടിച്ച് പുറകിലേക്കാക്കുന്നു. ശേഷം സീലാസും പാൻഡോട്രോസിന്റെ സഹോദരിയും കൂടി യുദ്ധം നടക്കാതിരിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. യുദ്ധം നടക്കുകയാണെങ്കിൽ മെയ്ജ് ആ അവസരം മുതലെടുത്തുകൊണ്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. അവരെ എല്ലാവരെയും മെയ്ജ് ഇല്ലാതാക്കും. സീലാസ് പറയുകയാണ്, ഞാൻ എന്റെ അമ്മയെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാം, പക്ഷേ നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ ഉത്തരം പറയണം എന്റെ കാണാതായ സഹോദരനെ കുറിച്ച്. അപ്പോഴേക്കും ഫാർസൺ കൈപൊക്കി ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്ന് പറയുന്നു. അത് കാണുമ്പോൾ സീലാസും അവരെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. എന്നാൽ ഫാർസൺ പറയുന്നുണ്ട് താൻ ഒളിച്ചോടിയതാണെന്നും അതിനുശേഷം മെയ്ജിന്റെ ആളുകളുടെ കയ്യിൽ പെട്ടതാണെന്നും ഒക്കെ. അവസാനം അതിനെല്ലാത്തിനും ക്ഷമാപണവും നടത്തുന്നു. പാൻഡോട്രോസിന്റെ സഹോദരിയാകട്ടെ പാൻഡോട്രോസ് എവിടെയെന്ന് ചോദിക്കുന്നു. അതിന് ടോഡാണ് ഉത്തരം പറയുന്നത്. അവൻ അവരുടെ ലോകത്ത് സുരക്ഷിതമായിട്ടുണ്ട് എന്ന് പറയുന്നു. അമാൻഡയ്ക്ക് അതെല്ലാം കേട്ട് കഴിയുമ്പോൾ അതിശയം തോന്നുന്നുണ്ട്. പാൻഡോട്രോസ്റ്റ് ഡെറിക്കിനെ കണ്ടുപിടിച്ചു എന്ന് കേട്ട് കഴിയുമ്പോൾ പാൻഡോട്രോസ്റ്റിന്റെ സഹോദരി പോലും അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. അവൾക്കും ആ പ്രവചനങ്ങളിൽ വിശ്വാസം ഉണ്ടായിരുന്നു എങ്കിലും കുറച്ചൊക്കെ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇതോടെ ആ സംശയം മാറി. സീലാസ് പറയുകയാണ്, പാൻഡോട്രോസ്റ്റ് ആ പ്രവചനത്തിൽ ഉറച്ചു വിശ്വസിച്ചിരുന്നു. പ്രവചനം പൂർത്തിയായി കഴിയുമ്പോൾ ഈ ലോകത്തെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് അവൻ വിശ്വസിച്ചിരുന്നു. നിനക്കറിയാമോ, ഞങ്ങൾ രണ്ടുപേരും പ്രണയത്തിലായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരുടെ ഇടയിലും ഐക്യമുണ്ടാകുമെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ അതിന് എതിരായിട്ടാണ് സംഭവിച്ചത്. പക്ഷേ ഇനിയും നമ്മൾ വൈകിയിട്ടില്ല. നമുക്ക് പ്രവചനം പൂർത്തിയാക്കാം. ഈ മനുഷ്യൻ നമ്മളെ ഡെറിക് ജെന്റ്ലിയുടെ അടുത്തേക്ക് കൊണ്ടുപോകും. ടോഡിനെ ചൂണ്ടിക്കാണിച്ചാണ് സീലാസ് അത് പറഞ്ഞത്. ശേഷം ഫാർസനെ അവർ വിട്ടുകൊടുക്കുന്നു. എന്നാൽ അപ്പോഴേക്കും പാൻഡോട്രോസ്റ്റിന്റെ ഫാദർ കുറെ ആളുകളുമായിട്ട് അവിടെ എത്തി അവനെ വിട്ടുകൊടുക്കരുത് എന്ന് പറയുന്നു. അത് കണ്ടു കഴിയുമ്പോൾ പാൻഡോട്രോസ്റ്റിന്റെ സഹോദരി ഫാദറിനോട് ദേഷ്യപ്പെടുന്നു, അവളെ ഫോളോ ചെയ്തതിന്. അത്രയും ആളുകളെ കണ്ടു കഴിയുമ്പോൾ സീലാസ് ശരിക്കും ഭയപ്പെടുന്നുണ്ട്. ഇത് ട്രാപ്പ് ആയിരിക്കുമോ എന്ന് കരുതുന്നു. എന്നാൽ അപ്പോഴാണ് മറ്റൊരു കാര്യം മനസ്സിലാകുന്നത്. അവന്റെ അമ്മയും വലിയൊരു സൈന്യവുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അവരെ കണ്ടു കഴിയുമ്പോൾ തന്നെ ദേഷ്യത്തോടെ വെയ്ഗറിനോട് സീലാസ് ചോദിക്കുകയാണ്, നിങ്ങളാണോ അമ്മയെ ഇക്കാര്യം അറിയിച്ചത്? എന്തിനാണ് ഈ ചതി എന്നോട് ചെയ്തത്? വെയ്ഗർ പറയുകയാണ്, എല്ലാം നിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തത്. വാൻഡിമോറിലുള്ളവർ കവണയും കത്രികയുമായിട്ടാണ് അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്നത്. ഇംഗൾനുക്കിലുള്ളവരാകട്ടെ തോക്കുമായിട്ടും. എന്നാൽ അവർ പരസ്പരം ആക്രമിക്കുന്നതിന് മുമ്പേ അമാൻഡ അത് തടയാൻ ശ്രമിക്കുന്നുണ്ട്. നാടോടി കഥകളിലെ പോലെ നിങ്ങൾ പരസ്പരം സ്നേഹത്തിൽ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ്, അല്ലാതെ ഇങ്ങനെ പരസ്പരം ആക്രമിച്ച് ജീവിക്കേണ്ടവരല്ല. എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യവുമില്ലാതെ പരസ്പരം കൊന്നു ജീവിക്കുന്നത്? ഫാർസനും അത് തന്നെയാണ് പറയുന്നത്. ഇംഗൾനുക്കിനുള്ളവരോട് ഫാർസൻ പറയുകയാണ്, മെയ്ജ് ഈ ആയുധം കൊടുത്തുവിട്ടത് തന്നെ അതിനു വേണ്ടിയായിരുന്നു. പരസ്പരം പോരടിച്ച് കൂട്ടക്കൊല ചെയ്ത് മരിക്കുന്നതിന് വേണ്ടി തന്നെ. ഇത് അവരുടെ ജോലി എളുപ്പമാക്കും. പക്ഷെ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ. എന്നാൽ അവനത് പറഞ്ഞു തീരും മുമ്പേ അവന്റെ നെഞ്ചു തുളച്ചൊരു ബുള്ളറ്റ് കയറിയിരുന്നു. വളരെ ദൂരത്ത് നിന്ന് മെയ്ജിന്റെ പ്രധാനപ്പെട്ട സഹായിയായിരുന്നു അത് ചെയ്തത്. നേരത്തെ പാൻഡോട്രോസിന്റെ സഹോദരിയെയും മറ്റുള്ളവരെയും ദൂരെ നിന്ന് ഇയാൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നല്ലോ. ഇയാൾ ഒരു ഷാർപ്പ് ഷൂട്ടർ കൂടിയാണ്. എന്നാൽ അത് ഇംഗൾനുക്കിലുള്ളവരുടെ പണിയാണ് എന്നാണ് ഫാർസന്റെ അമ്മയും എല്ലാവരും കരുതിയത്. തന്റെ മകൻ കൺമുമ്പിൽ വെച്ച് മരിച്ചത് കൊണ്ട് തന്നെ ആ സ്ത്രീ നല്ല ദേഷ്യത്തിലാകുന്നു. പിന്നെ പരസ്പരം വലിയ ഫൈറ്റ് തന്നെയാണ് അവിടെ നടക്കുന്നത്. തോക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇംഗൾനുക്കിലുള്ളവർക്കാണ് കുറച്ച് ആധിപത്യം. എങ്കിലും കവണ കൊണ്ട് മറ്റവരും നല്ല രീതിയിൽ ആക്രമിക്കുന്നുണ്ടായിരുന്നു. പാൻഡോട്രോസ്റ്റിന്റെ സഹോദരിയെ പോലും അതുമൂലം ആക്രമിച്ച് വീഴ്ത്തുന്നുണ്ട്. ആക്രമണമേറ്റ് വീഴുന്നതിന് മുമ്പേ അവരുടെ കയ്യിലുണ്ടായിരുന്ന കത്രിക പോലെയുള്ള ആയുധം ഉപയോഗിച്ച് ടോഡിന്റെ കെട്ടുകൾ അഴിച്ചു കൊടുത്തിരുന്നു. ശേഷം ഡെറിക് ജെന്റ്ലിയെ കണ്ടുപിടിച്ച് ഉടനെ പ്രവചനം പൂർത്തിയാക്കാനും പറഞ്ഞിരുന്നു. ടോഡാകട്ടെ അതിനുശേഷം അമാൻഡയും കൂട്ടി അവിടെ ഉണ്ടായിരുന്ന വള്ളിയിലൂടെ പാലത്തിന്റെ അടിയിലേക്ക് ഊർന്നിറങ്ങി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അവർ മറ്റൊരു സ്ഥലത്തെത്തി കഴിയുമ്പോൾ അമാൻഡ പറയുകയാണ്, വക്തി വാപ്പനസിയെ ഉടനെ തന്നെ കണ്ടുപിടിക്കണം, എങ്കിൽ മാത്രമേ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഡെറിക് അതിനെ സമ്മതിക്കുന്നില്ല. ഡെറിക് പറയുകയാണ്, നമുക്ക് ഉടനെ തന്നെ ഇവിടുന്ന് പുറത്തു കടക്കണം, ഡെറിക്കിനെ ആദ്യം കണ്ടുപിടിക്കണം. എന്നാൽ ടോഡ് പറയുന്നത് അവൾക്ക് ഒട്ടും ഇഷ്ടമാകുന്നില്ല. അവൾ അവളുടെ ആശയത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ടോഡ് പറയുന്നതൊന്നും വകവെക്കാതെ അവൾ വക്തി വാപ്പനസിയുടെ അടുത്തേക്ക് ഓടുന്നു. ടോഡും അവളുടെ പുറകെ ഓടുകയാണ്. എന്നാൽ അപ്പോഴേക്കും വക്തി വാപ്പനസിയുടെയും മറ്റുള്ളവരുടെയും അടുത്തേക്ക് സൂസി എത്തിയിരുന്നു. സൂസി അവിടെയുള്ള എല്ലാവരോടും പറയുകയാണ്, ഇനി മുതൽ ഞാനാണ് നിങ്ങളുടെ രാജ്ഞി. എന്നാൽ അവരാകട്ടെ പ്രത്യേക രീതിയിൽ സൂസിയെ നോക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അവർ അറ്റാക്ക് ഒന്നും ചെയ്യുന്നില്ല. അതിനുശേഷം സൂസി വരുന്നത് വക്തി വാപ്പനസിയുടെ അടുത്തേക്കാണ്. സൂസി പറയുകയാണ്, ഈ ബുക്കിൻ പ്രകാരം നീ മാത്രമാണ് ഇവിടെ മാജിക് ചെയ്യുന്നത്. അപ്പോ നീ ഇല്ലാതായി കഴിഞ്ഞാൽ ഇവിടെ മാജിക് ചെയ്യാൻ ഞാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ അതൊന്നും കേട്ട് വക്തി വാപ്പനസി പേടിച്ചിരുന്നില്ല. വക്തി വാപ്പനസി പറയുകയാണ്, ഇപ്പോ നിനക്ക് ഒരുപാട് ശക്തി കിട്ടിയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടാകും. പക്ഷേ വീണ്ടും നീ ചെറുതാകും. ഞാൻ നിന്നെ ഭയക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ശരി എന്ന് പറഞ്ഞ് വലിയൊരു അറ്റാക്ക് തന്നെയാണ് വക്തി വാപ്പനസി
വാപ്പനസിയുടെ നേരെ സൂസി തൊടുത്തുവിടുന്നത്. അവിടെ വലിയ പ്രകാശം ഉണ്ടാവുന്നതായിട്ട് കാണിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ചിതറി ഓടുന്നതായിട്ട് കാണിക്കുന്നു. ടോഡും അമാൻഡയും അവിടെ എത്തുന്ന സമയത്ത് ആളുകൾ ചിതറി ഓടുന്നതാണ് കാണുന്നത്. എന്തോ വലിയ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അമാൻഡ ഉടനെ തന്നെ വക്തി വാപ്പനസിയുടെ അടുത്തേക്ക് ഓടി വരുന്നു. എന്നാൽ അവിടെ കണ്ടത് മരത്തിന്റെ അടിയിൽ മരിച്ചു കിടക്കുന്ന വക്തി വാപ്പനസിയാണ്. അത് കണ്ടു കഴിയുമ്പോൾ തന്നെ ടോഡിന് അത് സൂസിയുടെ പ്രവൃത്തികളാണ് എന്ന് മനസ്സിലാകുന്നുണ്ട്. അമാൻഡയോട് അവൻ ഉടനെ തന്നെ നമുക്ക് ഇവിടുന്ന് പുറത്ത് കടക്കാമെന്ന് പറയുന്നു. അമാൻഡ പറയുകയാണ്, ഈ ആളുകളെ ഇവിടെ ഇങ്ങനെ ഉപേക്ഷിച്ചിട്ട് പുറത്ത് കടക്കാനോ? ഒരിക്കലുമില്ല. നിനക്കറിയാമോ, വർഷങ്ങളായിട്ട് ഇവിടുത്തെ ആളുകൾ ഡിറിക്കിന്റെ വരവ് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എന്നാൽ ടോഡ് പറയുകയാണ്, നിനക്ക് വേണ്ടിയാണ് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് ഇവിടെയും വരെയും ഞാൻ വന്നത്. എന്നാൽ ദേഷ്യത്തോടെ അമാൻഡ പറയുകയാണ്, ഇല്ല, നിന്റെ കുറ്റബോധമാണ് നിന്നെ ഇങ്ങോട്ട് നയിച്ചത്. ഞാൻ കൊച്ചു കുട്ടിയൊന്നുമല്ല. നീ എന്നെ പറഞ്ഞു മനസ്സിലാക്കാനൊന്നും നോക്കണ്ട. ടോഡപ്പോൾ വിഷമത്തോടെ പറയുന്നുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ നമ്മുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കാമെന്ന് കരുതി. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊന്നും തന്നെ റിയൽ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വെറും ഡ്രോയിങ്സ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ അമാൻഡയ്ക്ക് അതൊന്നും ദഹിക്കുന്നുണ്ടായിരുന്നില്ല. അതൊന്നും തന്നെ അവൾ വിശ്വസിക്കുന്നില്ല. അവിടം വിട്ട് അവൾ പോകാൻ തയ്യാറാകുന്നില്ല. വേണമെങ്കിൽ ടോഡിനോട് പൊക്കോളാൻ പറയുന്നു. അപ്പോഴേക്കും വെയ്ഗർ കുറച്ച് ആളുകളുമായിട്ട് അവിടെ എത്തി ടോഡിന് നല്ല ഇടി കൊടുക്കുന്നു. അവരെ ചതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. ടോഡ് അപ്പോൾ താൻ ചതിച്ചിട്ടില്ല എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ കേൾക്കാൻ അവർ തയ്യാറാകുന്നില്ല. സീലാസ് ആകട്ടെ കരഞ്ഞുകൊണ്ട് അവന്റെ അമ്മയുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നു. അമ്മയാകട്ടെ തന്റെ മുമ്പിൽ വെച്ച് മകൻ മരിച്ചല്ലോ, അതിന്റെ വിഷമത്തിൽ തളർന്നിരിക്കുകയായിരുന്നു. എന്നാൽ സീലാസ് അപ്പോഴും ഡിറിക് ജെൻലിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ദേഷ്യത്തോടെ അവന്റെ അമ്മ പറയുകയാണ്, ഫാർസന്റെ സ്ഥാനത്ത് നീയായിരുന്നു മരിക്കേണ്ടിയിരുന്നത്. ഇപ്പോഴും പ്രവചനങ്ങൾ തൂക്കി പിടിച്ച് നടക്കുന്നു. നിന്റെ ഉള്ളിൽ ഇപ്പോഴും സ്നേഹവും വിശ്വസ്തതയും ഒന്നുമില്ലേ? ഇനിയും ഇവിടെ ചോരപ്പുഴ ഒഴുകും. നേരത്തെ ആ യുദ്ധം നടന്ന സ്ഥലം നോക്കുകയാണെങ്കിൽ അവിടെ കുറെ ആളുകൾ മരിച്ചു കിടക്കുന്നതായിട്ട് കാണിക്കുന്നു. മെയ്ജ് ഉത്തരവാദിത്തം ഏൽപ്പിച്ച പ്രധാനപ്പെട്ട വ്യക്തി പറയുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് മെയ്ജ് പറഞ്ഞതെല്ലാം കൃത്യമായിട്ട് തന്നെ സംഭവിച്ചിരിക്കുന്നു. അപ്പോഴേക്കും സൂസി അവരുടെ മുമ്പിൽ നിൽക്കുന്നു. സൂസി പറയുകയാണ്, ഇനി മുതൽ ഞാനാണ് നിങ്ങളുടെ രാജ്ഞി. മെയ്ജ് ഈ ലോകം എനിക്ക് വിട്ടു തന്നിരിക്കുകയാണ്. അവർ ആദ്യം അത് വിശ്വസിക്കാൻ തയ്യാറാകാതെ അവളെ ആക്രമിക്കാൻ ഒരുങ്ങുന്നുണ്ട്. എന്നാൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന മാന്ത്രിക വടി കണ്ടു കഴിയുമ്പോൾ അവർക്കത് വിശ്വാസമാകുന്നു. മെയ്ജിന്റെ അപ്രന്റീസിന് കൊടുക്കാൻ വെച്ചിരുന്ന മാന്ത്രിക വടിയാണ് അതെന്ന് അവർക്കറിയാം. സൂസി ആകട്ടെ അത് ഉപയോഗിച്ച് അവളുടെ വേഷം തന്നെ മാറ്റുന്നു. ഇപ്പൊ അവളുടെ വേഷം ശരിക്കും ഒരു ദുഷ്ട വിച്ചിന്റെ വേഷം തന്നെയാണ്. അത് കൊള്ളാമെന്ന് അവൾ സ്വയം പറയുന്നു. അത് കണ്ട് അവരാകട്ടെ മെയ്ജിന് സ്തുതി പാടുന്നു. എന്നാൽ അത് കേട്ട് സൂസി പറയുകയാണ്, മെയ്ജിനെയല്ല, എനിക്കാണ് നിങ്ങൾ സ്തുതി പാടേണ്ടത്. ഡെറിക്കിനെ നോക്കുകയാണെങ്കിൽ അവൻ എന്തൊക്കെയോ മിസ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞിരുന്നില്ലേ? അവൻ കുറെ ആശയങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അർണോൾഡ് അവന് മറ്റൊരു സഹോദരൻ ഉണ്ട് എന്നൊരു കാര്യം പറഞ്ഞിരുന്നില്ല. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവൻ ഒരിക്കലും ഒരു കാര്യം പറഞ്ഞിരുന്നു, ആ ബോട്ടിൽ നിന്ന് അവർ കൊണ്ടുവന്നത് ഒരു മനുഷ്യനെ അല്ല എന്ന്. പക്ഷേ ആ ഒരു കാര്യം മാത്രമല്ല എല്ലാം മനസ്സിലാക്കാൻ അവനെ സഹായിച്ചത്, മറ്റൊരു കാര്യം കൂടിയായിരുന്നു. ആ ചിത്രത്തിൽ ആ കുട്ടി ഉറങ്ങുന്നത് കൃത്യമായിട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഡിറിക്കിന് എല്ലാം മനസ്സിലാകുന്നു. ഈ ലോകം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ വ്യക്തിയുടെ സ്വപ്നത്തിൽ നിന്നാണ്. ഒരുപക്ഷെ ആ സ്വപ്നത്തിന് ശേഷം എന്നേക്കുമായിട്ട് ആ വ്യക്തി ഉറങ്ങിപ്പോയിരുന്നിരിക്കണം. ഒരുപാട് സന്തോഷത്തോടെ ഡിർക്ക് പറയുകയാണ്, ഞാൻ ഈ കേസ് സോൾവ് ചെയ്തിരിക്കുന്നു. ഇപ്പോഴാണ് അവന് എല്ലാത്തിനുമുള്ള ഉത്തരം കിട്ടിയത്. ശേഷം എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന വള്ളി ഉപയോഗിച്ചുകൊണ്ട് തന്നെ പക്ഷി സ്ത്രീയെ വലിച്ച് താഴെ ഇട്ടുകൊണ്ട് ഡെറിക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ഇതോടെ ഈ എപ്പിസോഡും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത വീഡിയോ നമ്മൾ ഉടനെ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.